ഹായ് ഓൾ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ കുറച്ച് ക്വസ്റ്റിനോടെ നോക്കാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ലാസ്റ്റ് വീഡിയോ, പാർട്ട് 2. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട് 2. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു കച്ചവടക്കാരൻ കുറച്ച് ഓറഞ്ച് മേടിക്കുകയാണ്. ഓക്കെ, 11 ഓറഞ്ച് മേടിച്ചു. 11 ഓറഞ്ചിൻ്റെ വില എന്ന് പറഞ്ഞത് എത്രയാണ്? ഓക്കെ, 11 ഓറഞ്ച് 10 രൂപ നിരക്കിൽ മേടിച്ചു. എന്നിട്ട് 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. എന്നാൽ ലാഭശതമാനം അത്രേ ഉള്ളൂ. ഒരു കച്ചവടക്കാരന് കുറേ ഓറഞ്ച് മേടിക്കുകയാണ്. പുള്ളി എത്ര ഓറഞ്ച് മേടിച്ചു? 11 എണ്ണം മേടിച്ചു. ഈ 11 എണ്ണം എത്ര രൂപയ്ക്ക് വെച്ചാൽ മേടിച്ചത്? 11 എണ്ണം 10 രൂപ വെച്ച്. ഓക്കെ, 11 എണ്ണം 10 രൂപ വെച്ച് മേടിച്ചിട്ട് പുള്ളി വിൽക്കുന്നത് എങ്ങനെയാണ്? 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. എന്നാൽ ലാഭശതമാനം എത്ര? ചോദിക്കാറുണ്ട് പരീക്ഷ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ. ഇത്രേ ഉള്ളൂ. ഒരു കച്ചവടക്കാരൻ 11 ഓറഞ്ച് മേടിച്ചു. എത്ര രൂപ വെച്ച് കൊടുത്തു? 10 രൂപ വെച്ച് കൊടുത്തു. എന്നിട്ട് പുള്ളി എന്ത് ചെയ്തു? 11 രൂപ വെച്ചിട്ട്, ഒരു ഓറഞ്ചിന് 11 രൂപ വെച്ചിട്ട് പുള്ളി 10 എണ്ണം അങ്ങ് വിൽക്കുവാണ്. ഓക്കെ, 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. ഒരെണ്ണം പുള്ളി തിന്നു കാണുമായിരിക്കും. ഓക്കെ, 11 എണ്ണം പുള്ളി മേടിച്ചു 10 രൂപ കൊടുത്തിട്ട്, 10 രൂപ നിരക്കിൽ. എന്നിട്ട് എന്ത് ചെയ്തു? 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. അങ്ങനെ ആയാൽ എങ്ങനെയാണ് ലാഭശതമാനം കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഇങ്ങനെ എഴുതുക. എണ്ണം ഒരു സൈഡിൽ എണ്ണം എന്ന് എഴുതുക, ഇവിടെ നിങ്ങൾ വില എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എണ്ണമുണ്ട്, വിലയുണ്ട്. എത്ര എണ്ണം മേടിച്ചേ? 11 എണ്ണം 10 രൂപ നിരക്കിൽ. നിങ്ങളിവിടെ 11 എണ്ണം 10 രൂപ നിരക്കിൽ. ഓക്കെ, എണ്ണം വില അത് നിങ്ങൾ എഴുതി. 11 എണ്ണം 10 രൂപ നിരക്കിൽ മേടിച്ചു. 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റുകൊണ്ട് ഇങ്ങനെ വരയിട്ടേക്കാം. ഓക്കെ, 11 എണ്ണം 10 രൂപ നിരക്കിൽ മേടിച്ചു, 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്നെ കിട്ടും നോക്കിയേ. ഈ 10 × 10 എത്രയാണ്? ഇവിടെ താഴത്ത് എഴുതിക്കോ. 100. 11 × 11 121. മനസ്സിലായോ എഴുതിയത്? നമ്മൾ എന്താ ചെയ്തേ? 11 എണ്ണം 10 രൂപ നിരക്കിൽ മേടിച്ചു. അപ്പോൾ എണ്ണം ഇവിടെ 11 എണ്ണം 10 രൂപ നിരക്ക്. ഓക്കെ, 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. 10 എണ്ണം 11 രൂപ നിരക്കിൽ വിറ്റു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 11 ഇങ്ങോട്ട് വന്നു. അപ്പോൾ 11 × 11 121. ഈ 10 ഇങ്ങോട്ട് വന്നു. 10 × 10 100. ഓക്കെ, ഇനി ഇത് നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുക? ഇതാണ് നമ്മുടെ വാങ്ങിയ വില. ഓക്കെ, ഇതാണ് നമ്മുടെ വിറ്റ വില. ഓക്കെ, ഇത് വാങ്ങിയ വിലയും ഇത് വിറ്റ വിലയും. പിന്നെ നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കാൻ പാടില്ലേ? ലാഭശതമാനം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്താണ് ലാഭശതമാനം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇവിടെ ലാഭം എത്രയാണ്? വിറ്റ വില 121, വാങ്ങിയ വില 100 ആണെങ്കിൽ 121 - 100 ആയിരിക്കില്ലേ ലാഭം? ബൈ വാങ്ങിയ വില എത്രയാണ്? 100 × 100. ഓക്കെ, ഈ 100ഉം ഈ 100ഉം പോയി. അപ്പോൾ എത്ര വന്നു? 21 കിട്ടും അല്ലേ? 21% പുള്ളിക്ക് ലാഭം കിട്ടിയത്. മനസ്സിലായല്ലോ ചെയ്തത്? 10 ഓറഞ്ച് 11 ഓറഞ്ച് 10 രൂപ നിരക്കിൽ മേടിച്ചു. അങ്ങനെ നമ്മൾ എഴുതി 11 ഓറഞ്ച് 10 രൂപ. ഓക്കെ, 10 ഓറഞ്ച് 11 രൂപ നിരക്കിൽ പുള്ളി വിറ്റു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ക്രോസ് ചെയ്തു. എന്ത് കിട്ടി? ക്രോസ് ചെയ്തപ്പോൾ 121ഉം ഇവിടെ നിങ്ങൾ ക്രോസ് ചെയ്തപ്പോൾ 100ഉം കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി ഒരാൾ കുറച്ച് പേനകൾ 2 എണ്ണം 1 രൂപ നിരക്കിലും വാങ്ങിയിട്ട് 4 എണ്ണം 3 രൂപ നിരക്കിൽ വിൽക്കുവാണ്. ലാഭശതമാനം എത്ര? ഓക്കെ, ഒരാൾ കുറച്ച് പേന മേടിക്കുകയാണ്. 2 എണ്ണം 1 രൂപ നിരക്കിൽ 2 പേന മേടിച്ച് 2 എണ്ണം, അതായത് 2 എണ്ണത്തിന് 1 രൂപ എന്നാണ് അതിൻ്റെ വില. ഓക്കെ, 2 എണ്ണത്തിന് 1 രൂപ എന്നാണ് അതിൻ്റെ വില. എന്നിട്ട് നമ്മൾ 4 എണ്ണം 3 രൂപ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിൽക്കുവാണ്. മനസ്സിലായോ? 2 എണ്ണത്തിന് 1 രൂപ എന്ന് പറഞ്ഞ് മേടിച്ച സാധനം 4 എണ്ണം 3 രൂപ എന്ന് പറഞ്ഞ് വിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ എഴുതണം? ഇവിടെ എണ്ണ എഴുതുക, ഇവിടെ നിങ്ങൾ വില എഴുതുക. ഓക്കെ, എണ്ണ എത്രയാണ്? 2 എണ്ണം 1 രൂപ. 2 എണ്ണം 1 രൂപ. വിറ്റത് എങ്ങനെയാണ്? 4 എണ്ണം 3 രൂപ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? ക്രോസ് ചെയ്യുക. എന്ത് ചെയ്തു? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 4 1 4, 2 × 3 6. ഓക്കെ, ഇതാണ് നമ്മുടെ വാങ്ങിയ വില, ഇതാണ് നമ്മുടെ വിറ്റ വില. ഓക്കെ, വാങ്ങിയ വിലയും വിറ്റ വിലയും നിങ്ങൾക്ക് കിട്ടി. ലാഭം സമം 6 - 4 അല്ലേ? വിറ്റ വില മൈനസ് വാങ്ങിയ വില ബൈ വാങ്ങിയ വില ഇൻറ്റു 100. 6 - 4 എത്രയാണ്? 2/4 × 100. ഓക്കെ, 4 25 4 അല്ലേ 100. അപ്പോൾ എത്ര ശതമാനം ലാഭം നോക്കിയേ? 25 2 50% ലാഭത്തിലാണ് പുള്ളി ഈ പേന വിറ്റേക്കണം. മനസ്സിലായല്ലോ? 2 പേന മേടിച്ചു. 2 പേന എന്ന് വെച്ചാൽ അതൊരു കണക്കാണ്. 2 എണ്ണത്തിന് 1 രൂപ വെച്ചാൽ മേടിച്ചിട്ട് 2 എണ്ണത്തിന് 1 രൂപ വെച്ച് മേടിച്ചിട്ട് 4 എണ്ണത്തിന് 3 രൂപ വെച്ച് വിറ്റു. ഓക്കെ, അപ്പോൾ പുള്ളി എത്ര ശതമാനം ലാഭം കിട്ടി? നമ്മൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ 50% ലാഭമാണ് പുള്ളി കിട്ടിയതല്ലേ? ഓക്കെ, 50% ലാഭത്തിലാണ് പുള്ളി ആ സാധനം വിറ്റിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഒരാൾ കുറച്ച് ആപ്പിൾ മേടിച്ചു. 6 എണ്ണം 5 രൂപ നിരക്കിൽ വാങ്ങിയിട്ട് 5 എണ്ണം 6 രൂപ നിരക്കിൽ വിൽക്കുവാണ്.
ഓക്കെ, 6 എണ്ണം 5 രൂപ വെച്ചിട്ട്, അതായത് 6 ആപ്പിൾ മേടിക്കുമ്പോൾ 5 രൂപ കൊടുത്താൽ മതി. അങ്ങനെ 10 ആപ്പിൾ മേടിച്ചാൽ അതിനനുസരിച്ച് കൊടുത്തത്. അപ്പോൾ 6 എണ്ണത്തിന് 5 രൂപ നിരക്കിൽ പുള്ളി മേടിച്ച് വെച്ച് 5 എണ്ണം 6 രൂപ നിരക്കിൽ പുള്ളി വിറ്റു. അപ്പോൾ നമ്മൾ എന്തായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? എണ്ണം വില, അങ്ങനെയല്ലേ നമ്മൾ ടേബിൾ ഉണ്ടാക്കുന്നത്. 6 എണ്ണം 5 രൂപ, 6 എണ്ണം 5 രൂപയും മേടിച്ചിട്ട് 5 എണ്ണം 6 രൂപ നിരക്കിൽ വിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തോ. 6 6 36 എന്ന് ഇവിടെ എഴുതുക, 5 5 25 എഴുതുക. ഇതാണ് നമ്മുടെ വാങ്ങിയ വില, ഇതാണ് നമ്മുടെ വിറ്റ വില. അപ്പോൾ ലാഭം എങ്ങനെ കിട്ടും? ലാഭം സമം എത്രയാണ്? 36 മൈനസ് 25 ബൈ 25 ഇൻറ്റു 100 അല്ലേ? ഓക്കെ, 36 മൈനസ് 25, 25 4 അല്ലേ 100, 25 4 100, 36 മൈനസ് 25 എത്രയാണ്? 9 അല്ലേ? അല്ലല്ലോ, 36 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 11, 11 ഇൻറ്റു 4. അപ്പോൾ എത്ര ശതമാനം കിട്ടി? 44 അല്ലേ? 36 മൈനസ് 25 എന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു 4 44 ശതമാനം. അപ്പോൾ 44 ശതമാനം ലാഭത്തിലാണ് പുള്ളി ഈ സാധനം വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് മേടിച്ച് അത് വേറൊരു എണ്ണം അത്ര രൂപയ്ക്ക് വിറ്റു, വേറെ രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതുക? എണ്ണം ആദ്യത്തെ ടേബിൾ എഴുതുക, വില അടുത്ത ടേബിൾ എഴുതുക, എന്നിട്ട് നമ്മൾ താഴത്തെ എഴുതിയിട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിൽ കിടക്കുന്നത് വാങ്ങിയ വിലയും റൈറ്റിൽ വരുന്നത് വിറ്റ വിലയായിരിക്കും. എന്നിട്ട് വിറ്റ വില മൈനസ് വാങ്ങിയ വില ബൈ വാങ്ങിയ വില ഇൻറ്റു 100 എടുത്താൽ നമ്മുടെ ലാഭ ശതമാനം അവിടെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 99 രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ആദ്യത്തേത് 10% ലാഭവും പിന്നത്തേത് 10% നഷ്ടവുമാണ് ലഭിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. 2 വാച്ചുകൾ, ഇതിന് വില സെയിം ആണെന്ന് നോക്കണം നിങ്ങൾ കേട്ടോ. ഒരേ വിലയാണോ എന്ന് നോക്കുക. ഒരേ വില, അതാണ് നിങ്ങളുടെ ഇവിടുത്തെ ക്ലൂ. ഒരേ വിലയാണ്, 2 വസ്തുക്കളാണ്, 2 ഡിഫറൻറ്റ് വസ്തുക്കൾ ഒരേ വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരേ വിലയാണെങ്കിൽ ഇത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ 2 വസ്തുക്കളുണ്ട്, ഈ 2 ഡിഫറൻറ്റ് വസ്തുക്കൾ ഒരേ വിലയ്ക്കാണ് വിറ്റിരിക്കുന്നത് കേട്ടോ. 99 രൂപയ്ക്ക് വിറ്റപ്പോൾ ആദ്യത്തേത് 10% ലാഭവും പിന്നെ 10% നഷ്ടമാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിൽ ഉണ്ടാകുന്ന ലാഭം നഷ്ടം എത്ര? ഇത് എപ്പോഴും നഷ്ടമായിരിക്കും ഇയാൾക്ക് സംഭവിക്കുന്നത്. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? x²/100 ആയിരിക്കും. ഓക്കെ, നഷ്ടം എന്ന് പറഞ്ഞാൽ x²/100 ആയിരിക്കും. അപ്പോൾ 2 വാച്ച്, അതായത് ഒരേ വസ്തുക്കൾ ഒരേ വിലയ്ക്ക്, ഒരേ വസ്തുക്കളല്ല ഡിഫറൻറ്റ് വസ്തുക്കൾ ഒരേ വിലയ്ക്ക്, ഒരേ വില എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. 2 വസ്തുക്കളായിരിക്കണം കേട്ടോ, കൂടുതൽ വസ്തുക്കളുണ്ട് പറ്റില്ല. 2 വസ്തുക്കളുണ്ട്, ഒരേ വിലയാണ് നമ്മളിവിടെ വന്നിരുന്നത്. അപ്പോൾ അന്നേരം നമ്മുടെ ലാഭവും നഷ്ടവും തുല്യമായിരിക്കണം കേട്ടോ, എന്നാലല്ലേ x² എടുക്കാൻ പറ്റുള്ളൂ. ഒരേ വിലയായിരിക്കണം, അതുപോലെ തന്നെ ലാഭവും നഷ്ടവും തുല്യമായിരിക്കണം. മനസ്സിലായോ? 2 വസ്തുക്കളുണ്ട്, ഒരേ വിലയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. ലാഭവും നഷ്ടവും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒന്നുകൂടെ പറയാം. ഒരേ വസ്തുക്കൾ ഒരേ വസ്തുക്കളല്ല, 2 വസ്തുക്കൾ എന്താണ്? ഒരേ വില, ലാഭവും നഷ്ടവും തുല്യം. അങ്ങനെയാണെങ്കിൽ എപ്പോഴും നഷ്ടമാണ് സംഭവിക്കുന്നത്. x²/100 ആയിരിക്കും. ഈ x എന്ന് പറഞ്ഞാൽ ഇതാണ് x. ഓക്കെ, അപ്പോൾ എത്ര വരും നമുക്കിവിടെ? 100 അല്ലേ? 10²/100 എന്ന് വരും അല്ലേ? 10²/x എന്ന് പറഞ്ഞാൽ 10 ആണ് നമ്മുടെ ഇവിടെ അല്ലേ? 10 ആണ്. 10²/100. അപ്പോൾ എത്ര വന്നു? 100/100, 1% അല്ലേ? 1% നഷ്ടം, 1% നഷ്ടമാണ് നമുക്ക് അവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരേ 2 വസ്തുക്കളുണ്ട് നിങ്ങളുടെ കയ്യിൽ. ഈ 2 വസ്തുക്കൾ വിറ്റത് ഒരേ വിലക്കാണ്. ഓക്കെ, 2 വസ്തുക്കളുണ്ട്, 2 വസ്തുക്കളും വിറ്റത് ഒരേ വിലക്കാണ്. ഒരേ പെർസെൻറ്റേജ് നഷ്ടവും ഒരേ പെർസെൻറ്റേജ് ലാഭവുമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിരുത്താൽ മതി? അവിടെ മൊത്തത്തിൽ നിങ്ങൾ നോക്കിയാൽ നഷ്ടമായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. x²/100 എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ. x²/100. x എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നിരിക്കുന്ന പെർസെൻറ്റേജ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 വസ്തുക്കളാണ്, 2 വസ്തുക്കളുണ്ട്, 25,000 രൂപ വീതം വിലയ്ക്ക്. ഒരേ വിലയാണ്. ആദ്യത്തേത് 20% ലാഭവും രണ്ടാമത്തെ 20% നഷ്ടവും. മനസ്സിലായോ? 2 വസ്തുക്കൾ ഒരേ വില, ഒരേ നഷ്ടം, ഒരേ ലാഭം. ഓക്കെ, ഇവിടെ 20% ആണ് ലാഭം, 20% നഷ്ടം. അങ്ങനെ വന്നാൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? x²/100 നഷ്ടം സംഭവിക്കും അല്ലേ? x²/100 നഷ്ടം സംഭവിക്കും. ഇവിടെ x എത്രയാണ്? 20 ആണല്ലേ? അപ്പോൾ 20 × 20/100 അല്ലേ? അപ്പോൾ എത്ര ശതമാനം നഷ്ടം വന്നേക്കുന്നത്? 4%. 4% ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, 4% നഷ്ടമാണ് ആർക്ക് സംഭവിച്ചത്? ഈ പുള്ളിക്ക് സംഭവിച്ചു, ഈ കച്ചവടക്കാരന് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും സെയിം ക്വസ്റ്റ്യൻ. നമ്മുടെ കയ്യിൽ സെയിം അല്ലല്ലോ. 5,000 രൂപയ്ക്ക് വാങ്ങി. ഒരേ വസ്തുവാണ് കേട്ടോ. ഇവിടെ 2 വാച്ചുകൾ, മറ്റൊടത്ത് 2 വസ്തുക്കളായിരുന്നേ. ഇവിടെ ഒരേ വസ്തുവാണ്. വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യത്തേൽ 2 വസ്തുക്കളാണ്, ഇവിടെ
ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 5000 രൂപയ്ക്ക് വാങ്ങി. ഓക്കെ, എന്താണ് അല്ല അതിൽ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾ വാങ്ങുന്നതാണോ വിൽക്കുന്നതാണോ കേട്ടോ. ഇത് വാങ്ങിയ കാര്യം പറഞ്ഞത്, ആദ്യം നമ്മൾ വിറ്റ കാര്യമല്ലേ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 വാച്ചുകൾ 5000 രൂപയ്ക്ക് വാങ്ങി. ഈ വാല്യൂ സെയിം ആണ്. 5000 രൂപയ്ക്കാണ് മേടിച്ചത്, മറ്റേത് വിറ്റ വിലയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ നിങ്ങൾ എന്താണ് വിറ്റ വിലയുടെ കാര്യമാണ് പറയുന്നത്, ഇവിടെ നിങ്ങൾ എന്താ പറയുന്നത് വാങ്ങിയ വിലയാണ്. ഓക്കെ, ആദ്യത്തേത് 10% ലാഭത്തിനും രണ്ടാമത്തത് 10% നഷ്ടത്തിനുമാണ് വിറ്റത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിൽ തൊട്ടുമുന്നത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താ ചെയ്തേക്കുന്നത്, വിറ്റ കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ, വിറ്റ കാര്യമാണ്, വിറ്റ വിലയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, വിറ്റ വിലയല്ലേ, ഒരേ വിലയ്ക്ക് വിൽക്കുന്ന കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരേ വിലയ്ക്ക് വിൽക്കുന്നതാണ്. 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വിൽക്കുമ്പോൾ ഒരേ ലാഭം ഒരേ നഷ്ടം വരുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങി. ഓക്കെ, ഒരേ വിലയ്ക്ക് വാങ്ങി, 2 വസ്തുക്കൾ ഒരേ വിലയ്ക്ക് വാങ്ങിയിട്ട് വിറ്റപ്പോൾ 10% ലാഭത്തിലും ഒരെണ്ണം 10% നഷ്ടത്തിലുമാണ് വിറ്റത്. സെയിം ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ ലാഭവും ഉണ്ടാവില്ല നഷ്ടവും ഉണ്ടാവില്ല. ഓക്കെ, മനസ്സിലായോ? ആദ്യത്തെ കേസിൽ എന്താണ്, 2 ബസ്സുകൾ ഒരേ വിലയ്ക്ക് വിറ്റു, അപ്പോൾ 10% ലാഭവും 10% നഷ്ടവുമാണ് കിട്ടിയെങ്കിൽ അവിടെ എന്താണ്, എപ്പോഴും x²/100 നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. ഇനി 2 ബസ്സുകൾ ഒരേ വിലയ്ക്ക് വാങ്ങിയിട്ട് ഒരേ പെർസെൻറ്റേജ് ലാഭത്തിലും ഒരേ പെർസെൻറ്റേജ് നഷ്ടത്തിലും വിറ്റാൽ അയാൾക്ക് എന്ത് സംഭവിക്കുന്നില്ല, ലാഭവും സംഭവിക്കുന്നില്ല നഷ്ടവും സംഭവിക്കുന്നില്ല. അത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഒരാൾ 2 കാറുകൾ 4 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഓക്കെ, വാങ്ങി, ഇപ്പോൾ എന്താണ് 20% ലാഭത്തിലും 20% നഷ്ടത്തിലും അയാളത് വിറ്റു. അപ്പോൾ 4 ലക്ഷം രൂപ കൊടുത്തൊരു കാറ് മേടിച്ചു, 2 കാറ് മേടിച്ചു. അയാൾ 20% ലാഭത്തിലും 20% നഷ്ടത്തിലും വിറ്റു. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, വാങ്ങിയ കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. വാങ്ങിയതാകുമ്പോൾ എന്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്, ഒരേ പെർസെൻറ്റേജ് ആണെങ്കിൽ ലാഭവുമില്ല നഷ്ടവുമില്ല. ഓക്കെ, ഇവിടെ തെറ്റിക്കരുത് നിങ്ങൾ, ലാഭവുമില്ല നഷ്ടവും ഇവിടെ ഇങ്ങനത്തെ ഒരു കേസില്ല. മറ്റേ വിറ്റ കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് x²/100 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കേണ്ടത്. രണ്ടും മാറിപ്പോരുത്, തെറ്റാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ്. നിങ്ങൾ പേന മേടിക്കാൻ നേരത്ത്, ചില സാധനങ്ങൾ മേടിക്കാൻ നേരത്ത് കുറച്ച് സാധനം കൂടുതൽ മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ എന്ന് പറഞ്ഞ് തരില്ലേ നമുക്ക്. അപ്പോൾ എത്ര ശതമാനം ഡിസ്കൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് നിങ്ങൾ പേന മേടിക്കുകയാണ്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. 4 പേന മേടിക്കുമ്പോൾ ഒരെണ്ണം തരും അല്ലേ, 5 പേന തരാം, 4 പേനയുടെ കാശ് കൊടുത്താൽ മതി എന്ന് പറയും. ഓക്കെ, അപ്പോൾ 4 പേന വാങ്ങിയപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് സൗജന്യം കിട്ടിയെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. എത്ര എണ്ണം സൗജന്യം കിട്ടി, സൗജന്യം മേലെ എഴുതുക, ആകെ സാധനം താഴെ എഴുതുക, × 100. ഓക്കെ, സൗജന്യം മേളിൽ എഴുതി ആകെ സാധനങ്ങൾ താഴെ എഴുതി. അപ്പോൾ നിങ്ങൾ എത്ര പേന മേടിച്ചു, 4 എണ്ണം മേടിച്ചു. എത്ര എണ്ണം സൗജന്യം കിട്ടി, ഒരെണ്ണം സൗജന്യം കിട്ടി, ഒരെണ്ണം കിട്ടി. ഇനി താഴെ എന്താ എഴുതേണ്ടത്, സൗജന്യം മേലെ എഴുതി, താഴെ എന്താ എഴുതണം, ആകെ സാധനം. ആകെ എത്ര എണ്ണം കിട്ടി നിങ്ങൾക്ക്, 4 1 5 എണ്ണം കിട്ടിയില്ലേ, 4 എണ്ണം എഴുതി വെക്കരുത്, അവിടെ 5 എണ്ണമാണ്, മൊത്തം 5 എണ്ണമാണ്, സൗജന്യം കൂട്ടി 5 എണ്ണമാണ്, × 100. ഓക്കെ, അപ്പോൾ എത്ര വന്നു, 25 അല്ലേ 100, 20. അപ്പോൾ 20% നിങ്ങൾക്ക് ലാഭം കിട്ടിയത്. മനസ്സിലായോ? അപ്പോൾ 4 പേന വാങ്ങിയപ്പോൾ 1 പേന സൗജന്യം കിട്ടി. അങ്ങനെ പറഞ്ഞാൽ സൗജന്യം ബൈ ആകെ സാധനം × 100, സൗജന്യം ബൈ ആകെ സാധനം × 100. അപ്പോൾ സൗജന്യം എന്ന് പറഞ്ഞാൽ 1 പേനയാണ് സൗജന്യം. ആകെ നിങ്ങൾക്ക് എത്ര പേന വിറ്റിട്ടിട്ട് 4 1 5 പേനയുണ്ട് നമുക്കല്ലേ. അപ്പോൾ 1/5 × 100. അപ്പോൾ എത്ര കിട്ടി, 20% നമുക്ക് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സാരിയൊക്കെ മേടിക്കാൻ നേരത്തെ ഇങ്ങനെ കിട്ടുന്ന 3 സാരി മേടിക്കുമ്പോൾ ഒരെണ്ണം സൗജന്യമായിട്ട് തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് എത്ര ഡിസ്കൗണ്ട് കിട്ടിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സാധാരണ നമ്മൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എഴുതി വെച്ചിട്ടുണ്ടാവും കടയിൽ. അല്ലാതെ ചില കടയിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മൾ ഹോൾസെയിൽ കടയിലൊക്കെ ചെല്ലുമ്പോൾ 10 എണ്ണം മേടിച്ചാൽ 12 എണ്ണം നമുക്ക് തരും, 10 എണ്ണത്തിൻ്റെ വില കൊടുത്താൽ മതി. അങ്ങനെ അപ്പോൾ നമുക്ക് എത്ര ശതമാനമായി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാരി എത്ര എണ്ണം മേടിച്ചേ, എത്ര എണ്ണം നിങ്ങൾക്ക് സൗജന്യം തന്നെ, ഒരെണ്ണം സൗജന്യം തന്നു. എത്ര സാരി നിങ്ങളുടെ കയ്യിൽ മൊത്തം കിട്ടി, 3+1 അല്ലേ, × 100 അല്ലേ. മൊത്തം 4 സാരി നമുക്ക് കിട്ടി, 3 എണ്ണത്തിൻ്റെ കാശേ കൊടുത്തുള്ളൂ. അപ്പോൾ ഒരെണ്ണമാണ് നമുക്ക് സൗജന്യം കിട്ടിയത്, ഒരെണ്ണം ബൈ 4 × 100 എത്രയാ, 25 4 അല്ലേ 100. അപ്പോൾ 25% നമ്മുടെ ആൻസർ. ഓക്കെ, 3 സാരി വാങ്ങിയപ്പോൾ ഒരെണ്ണം കിട്ടി, അപ്പോൾ സൗജന്യം ബൈ ആകെ എണ്ണം × 100. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 10 സോപ്പ് മേടിക്കുമ്പോൾ 2 സോപ്പ് സൗജന്യം. ഇങ്ങനെയൊക്കെ കിട്ടുന്നില്ല സാധാരണ. 10 സോപ്പ് മേടിച്ചപ്പോൾ 2 സോപ്പ് സൗജന്യം കിട്ടിയാൽ ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്, മേളിൽ എന്താ എഴുതണം, കിട്ടിയത് സൗജന്യം കിട്ടിയ എണ്ണം ബൈ ടോട്ടൽ എത്രയാ വരും, താഴത്ത് 12 അല്ലേ, × 100 അല്ലേ. ഇപ്പോൾ 12 6 2 12, 2 വെട്ടി, ഇനി എത്ര വരും, 6 3 2 6, ഇവിടെ 50. അപ്പോൾ 50/3 അല്ലേ, 50/3 എന്ന് വരും. ഓക്കെ, അപ്പോൾ 50/3%. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ അത് ഓപ്ഷന് കാണും ആൻസർ. നിങ്ങൾ ഓപ്ഷനിൽ എങ്ങനെ കിടക്കുന്നത് വെച്ചാൽ അതുപോലെ സിംപ്ലിഫൈ ചെയ്തേക്കുക. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിട്ടാണെങ്കിൽ അങ്ങനെ ആക്കിക്കോളാം. അപ്പോൾ 50/3 മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ലാഭം കിട്ടി, എത്ര എണ്ണം എക്സ്ട്രാ കിട്ടി ബൈ ടോട്ടൽ നമ്പർ, എത്ര എണ്ണം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് × 100 ഇട്ടാൽ മതി. സിമ്പിൾ പരിപാടിയേ ഉള്ളൂ കണ്ടുപിടിക്കാൻ.
ഓക്കെ, ഈ ഇക്വേഷൻ ഇതൊന്നും അറിയില്ലെങ്കിൽ നമുക്കിത് എത്ര ആലോചിച്ചാലും എക്സാമിന് കിട്ടൂല ഉത്തരം. ഓക്കെ, ഇനി ഇതാ നോക്കിയേ, ഒരു വാച്ച് 20% ലാഭത്തിലാണ് വിൽക്കുന്നത്. ഓക്കെ, 25% ലാഭത്തിൽ വിറ്റിരുന്നെങ്കിൽ 200 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു. എങ്കിൽ വാച്ചിൻ്റെ യഥാർത്ഥ വില എത്ര? സിമ്പിൾ പരിപാടിയാണ്. ഒരു വാച്ച് പുള്ളി ഇപ്പോൾ ഓൾറെഡി 20% ലാഭത്തിലാണ് വെക്കുന്നത്. പുള്ളി വിചാരിക്കുകയാണ് 25% ലാഭത്തിൽ ഞാൻ വിറ്റായിരുന്നെങ്കിൽ എനിക്ക് എത്ര കിട്ടിയേനെ? 200 രൂപ കൂടെ എക്സ്ട്രാ കിട്ടിയേനെ. മനസ്സിലായോ? ഇപ്പോൾ 20% ലാഭത്തിനാണ് ഓൾറെഡി വെക്കുന്നത്. 25% ഞാൻ വിറ്റിരുന്നെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടിയേനെ? 200 രൂപ. ഒന്നുകൂടെ പറയാം, 20% ലാഭത്തിലാണ് ഞാൻ ഓൾറെഡി പേന വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5% വാച്ച് 5% കൂട്ടിയാൽ, അല്ലേ, 5% കൂടുന്നതല്ലേ 25%, 5% കൂടി കൂട്ടി വിറ്റിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 25% ഞാൻ വിറ്റിരുന്നെങ്കിൽ എനിക്ക് 200 രൂപ കിട്ടിയേനെ. അപ്പോൾ 5% കൂടുതൽ, അല്ലേ? 5% അല്ലേ കൂട്ടിയത്? എത്രയേ ഉള്ളൂതാ വ്യത്യാസം. എത്രയാ? 25% മൈനസ് 20%. എത്രയാ? 5%-ൻ്റെ വിലയായിരിക്കുമല്ലേ നമുക്ക് കൂടുതൽ കിട്ടുന്നത്, അല്ലേ? 5%-അല്ലേ ഇവിടെ കൂടുതൽ വന്നേക്കുന്നത്. 5%-ൻ്റെ വില എത്രയാണ്? 200 ആയിരിക്കും, അല്ലേ? 5%-ൻ്റെ വില 200 ആയിരിക്കില്ലേ? അതല്ലേ 200 രൂപ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ 5% ഈസ് ഈക്വൽ ടു 200, അല്ലേ? അപ്പോൾ 5% 200 ആണെങ്കിൽ വാച്ചിൻ്റെ യഥാർത്ഥ വിലയല്ലേ ചോദിച്ചിരിക്കുന്നത്? 100% അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേക്കുന്നത്. ഒരു സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100% ആണ്. എന്ത് സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 100% ആണ്. 5% 200 ആണെങ്കിൽ 100% എങ്ങനെ കണ്ടുപിടിക്കാം? നേരെ ക്രോസ് ചെയ്തേക്കാം. അപ്പോൾ എന്താണ്? 200 × 100/5, അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശതമാനം പഠിക്കുമ്പോൾ മുതൽ പഠിക്കുന്നതാണ് ഇതല്ലേ. അപ്പോൾ 25 100, അല്ലേ? 25 100 അപ്പോൾ 2 2 4 4000 രൂപയാണ് ആ വാച്ചിൻ്റെ വില. അതാ ഓപ്ഷൻ സി ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ 20% വിറ്റിരുന്ന സാധനം 25% ഞാൻ വിറ്റിരുന്നെങ്കിൽ എനിക്ക് 200 രൂപ കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ, കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ 25%-ൽ നിന്ന് 20 നിങ്ങൾ കുറയ്ക്കുക. 25-ൽ നിന്ന് 20 കുറച്ചാൽ 5% കിട്ടും. 5% നമ്മുടെ 200 രൂപ എക്സ്ട്രാ കിട്ടിയ കാശാണ് 5%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് ഒരു സൈക്കിള് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരു സൈക്കിളുണ്ട്. സൈക്കിൾ 30% ലാഭത്തിനാണ് ഓൾറെഡി വിൽക്കുന്നത്. 40%-ന് വിറ്റിരുന്നെങ്കിൽ 500 രൂപ ലാഭിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 40%-ന് വിറ്റിരുന്നെങ്കിൽ എത്ര ലാഭം കിട്ടിയേനെ? 500 രൂപ, അല്ലേ? ഇപ്പോൾ എത്ര ശതമാനത്തിനാണ് നമ്മൾ വിൽക്കുന്നത്? 30%. 40-ന് വിറ്റിരുന്നെങ്കിൽ 500 കിട്ടിയേനെ. അപ്പോൾ 40% മൈനസ് 30% ആണ് 500 ആണല്ലോ. അപ്പോൾ നമുക്ക് എത്ര ശതമാനമാണ് 500? 10% 500. നമുക്ക് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 100% അറിയില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 10% 500 ആണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ 100 × 500/10. 10 10 വെട്ടി 500, 50 × 100 5000 രൂപ. ഓക്കെ, സൈക്കിളിൻ്റെ യഥാർത്ഥ വില എത്രയാണ്? 5000 രൂപ. ഓപ്ഷൻ ബി ആണ് ആൻസർ. എന്ത് സിമ്പിളായിട്ട് ആൻസർ കിട്ടിയേ. അല്ല, നിങ്ങളിത് വേറെ സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യാൻ നിന്നാൽ ഭയങ്കര പാടായിരിക്കും. കുറച്ച് സമയം എടുക്കും നന്നായിട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ബാഗ് ഓൾറെഡി എത്ര ശതമാനത്തിനാണ്? 25% നമ്മൾ വിറ്റുകൊണ്ടിരിക്കുകയാണ് ലാഭത്തിൽ. 25% ലാഭത്തിൽ വിൽക്കുവാണ്. കടക്കാരൻ തീരുമാനിക്കുകയാണ് 30% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ 100 രൂപയുടെ കൂടുതൽ കിട്ടുമായിരുന്നു. എങ്കിൽ ബാഗിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 25% ലാഭത്തിനാണ് പുള്ളി വിൽക്കുന്നത്. 30%-ന് വിറ്റിരുന്നെങ്കിൽ, അപ്പോൾ 30% മൈനസ് 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണല്ലേ. 5% കൂടുതൽ കിട്ടിയാനല്ലേ. 5% പുള്ളിക്ക് 5%-ത്തിൻ്റെ വില, അതായത് 100 രൂപ കൂടുതൽ കിട്ടിയേനെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട എത്ര ശതമാനമാണ്? 100%. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 100 × 100/5. 5 അല്ലേ? 5 25 100, അല്ലേ? 200 × 100 2000 രൂപയാണ്. ഓക്കെ, 2000 രൂപയാണ് ഇതിൻ്റെ യഥാർത്ഥ വില. ബാഗിൻ്റെ യഥാർത്ഥ വില എന്ന് പറഞ്ഞാൽ 2000 രൂപയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സാധനം 10% നഷ്ടത്തിന് വിറ്റു. നഷ്ടത്തിനാണ്. 10% ലാഭത്തിന് വിറ്റിരുന്നെങ്കിൽ 800 രൂപ കൂടുതൽ കിട്ടുമായിരുന്നു. മനസ്സിലായോ? 10% നഷ്ടത്തിന് വിറ്റുപോയി. 10% ലാഭത്തിനായിരുന്നെങ്കിൽ 800 രൂപയാണ് കൂടുതൽ കിട്ടിയേനെ പുള്ളിക്ക്. അപ്പോൾ ശരിക്കും സത്യത്തിൽ എന്താ സംഭവിച്ചത്? നഷ്ടമാണ്. അപ്പോൾ 10 നമ്മൾ ആദ്യം എഴുതിയ പോലെ 10 - 10 എഴുതരുത്. കാരണം ഒരെണ്ണം നഷ്ടമാണ്. അപ്പോൾ അത് മൈനസ്. ഓക്കെ, നെഗറ്റീവാണ്. മനസ്സിലായില്ലേ? ലാഭത്തിനല്ല, നഷ്ടത്തിന്. -10-ലാണ് വിറ്റത്, അല്ലേ? അതാണ് ഇവിടെ -2 മൈനസ് വന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റേജാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അതായത് -10, നഷ്ടം -10ഉം ലാഭം +10. അതിനിടയ്ക്ക് 0 ഉണ്ട്. അപ്പോൾ 20ൻ്റെ വ്യത്യാസത്തിലാണ്, 20%-ത്തിലാണ് പുള്ളി വിറ്റിരിക്കുന്നത്. ഓക്കെ, 20% പ്രോഫിറ്റിൽ വിറ്റിരുന്നെങ്കിൽ, അതായത് 20% ആണ് നമ്മുടെ 800. അപ്പോൾ 100% അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 100% നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 800 × 100/ ഏതാണ്? 20. ഓക്കെ, 25 100 8 5 40, അല്ലേ? 4000 രൂപ. 4000 രൂപയായിരുന്നു ആ സാധനത്തിൻ്റെ
യഥാർത്ഥ വില. മനസ്സിലായോ? അല്ല, നഷ്ടത്തിലായതുകൊണ്ടാണ് നെഗറ്റീവ് എന്ന് ഞാൻ ഇട്ടിരിക്കുന്നത്. നഷ്ടത്തിലായതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ 10 - 10 0% ഈസ് ഈക്വൽ ടു 800 എന്ന് എഴുതും. 0% അല്ലല്ലോ. അപ്പോൾ നഷ്ടം എന്നുള്ളത് കാരണം നിങ്ങൾ എന്ത് ചെയ്തേക്കാം, നെഗറ്റീവ് എന്ന് അവിടെ ഇട്ട് കൊടുത്തേക്കാം. ഓക്കെ. അടുത്തത്, ഒരു സാധനം 10% ലാഭത്തിനും 20% ലാഭത്തിനും വിറ്റ വിലകൾ തമ്മിലുള്ള വ്യത്യാസം 500 വിറ്റ വിലകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, വിറ്റ വില തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട. 10% ലാഭം എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വില എത്രയാ? 100%. 10% ലാഭം എന്ന് പറയുമ്പോൾ ഒരു 10% കൂട്ടിയാൽ പോരെ. അപ്പോൾ 110 എന്ന് കിട്ടൂലേ? 110%. 20% ലാഭം എന്ന് പറഞ്ഞാൽ എത്രയാ? 100%ൻ്റെ കൂടെ നിങ്ങളൊരു 20% കൂട്ടുക. അപ്പോൾ എത്ര കിട്ടി? 120%. മനസ്സിലായോ? 10% ലാഭം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത പണ്ട്, 10% ലാഭം എന്ന് പറഞ്ഞാൽ 100ൻ്റെ കൂടെ 10% കൂട്ടി 110 20% ലാഭം എന്ന് പറഞ്ഞാൽ 120ൻ്റെ 100ൻ്റെ കൂടി 20 കൂട്ടി 120. അത് തമ്മിലുള്ള റേഷ്യോ എല്ലാം കണ്ടുപിടിക്കാൻ പറഞ്ഞാണേ. വ്യത്യാസം ഇതൊന്നും നമ്മളിവിടെ ആവശ്യം വരുന്നില്ല. റേഷ്യോ എത്രയാ? വിറ്റ വില തമ്മിലുള്ള റേഷ്യോ 120/110 അല്ലേ? അല്ല, ആദ്യം 110/120. ഓക്കെ, 110/120 0 0 പോയി. അപ്പോൾ എത്ര വന്നു? 11:12 അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായല്ലോ? ലാഭം അതിലേക്ക് കൂട്ടിയാൽ മതി. ഒരെണ്ണം 40% ലാഭത്തിനും ഒരെണ്ണം 50% ലാഭത്തിനും വിറ്റു. ഓക്കെ, അപ്പോൾ റേഷ്യോ എത്ര വരും? 100 + 40 140% ആദ്യത്തെ, 100 + 50 150%. അപ്പോൾ നമുക്ക് റേഷ്യോ എത്ര വരും? 140/150. 0 0 വെട്ടിപ്പോയി. ഇപ്പോൾ 14:15. 14:15 ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 20%, ഒരെണ്ണം 20% നഷ്ടത്തിനും ഒരെണ്ണം 10% നഷ്ടത്തിനും വിറ്റു. ഓക്കെ, 20% നഷ്ടത്തിനും 10% നഷ്ടത്തിനും. അപ്പോൾ 100%-ൽ നിന്ന് നഷ്ടം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുമല്ലേ? 20% കുറച്ചു. അപ്പോൾ എത്ര വന്നു? 80%. ഓക്കെ, 10% എന്ന് പറയുമ്പോഴോ 100%-ൽ നിന്ന് 10% കുറച്ചു 90%. മനസ്സിലായോ? അപ്പോൾ നഷ്ടം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, ലാഭം എന്ന് പറഞ്ഞാൽ കൂട്ടുക. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 80%/90%. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 8:9. ഓപ്ഷൻ ബി ആണ് 8:9. ഓക്കെ, ഓപ്ഷൻ ബി 8:9. അടുത്ത ക്വസ്റ്റ്യൻ. പഞ്ചസാരയുടെ വില 10%, പുതിയ ടൈപ്പാണ്. പഞ്ചസാരയുടെ വില 10% കുറഞ്ഞപ്പോൾ 400 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിയ ഒരാൾക്ക് 4 കിലോഗ്രാം അധികം വാങ്ങാൻ സാധിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാം പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വില. ഓക്കെ, പഞ്ചസാരയുടെ വില 10% കുറഞ്ഞു. ഓക്കെ, 10% കുറഞ്ഞു. 4 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിയ ഒരാൾക്ക് 4 കിലോഗ്രാം അധികം വാങ്ങാൻ സാധിച്ചെങ്കിൽ 1 കിലോ പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വില എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ 10% അല്ലേ കുറഞ്ഞേ? അപ്പോൾ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ 10% എന്ന് പറയുന്നതല്ലേ 4 ആണോ? മനസ്സിലായോ? 10% എന്ന് പറയുന്നതാണ്. അല്ല, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. 10% കുറഞ്ഞു എന്നല്ലേ? ഇപ്പോൾ നമ്മുടെ കയ്യിൽ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, തെറ്റിപ്പോയി. ഓക്കെ, ഒരു പഞ്ചസാരയുടെ വില 10% കുറഞ്ഞു. അപ്പോൾ അയാൾ ആദ്യം മേടിച്ചത് എത്രയാണ്? 400 രൂപയ്ക്കായിരുന്നു മേടിച്ചത്. ഓക്കെ, 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 400 രൂപയുടെ 10%മാണ് കുറഞ്ഞത് അല്ലേ? 400 രൂപയുടെ 10% എത്രയാ? 40. അപ്പോൾ നമുക്ക് എത്ര കുറഞ്ഞു? 40 രൂപ കുറഞ്ഞു. ഓക്കെ, 40 രൂപ ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ 400 രൂപയുടെ 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 40 രൂപ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ 40 രൂപയ്ക്കാണ് എത്ര കിട്ടിയേക്കുന്നത്? 40 രൂപയ്ക്കാണ് 10 കിലോ, സോറി 10 അല്ലല്ലോ, 4 കിലോ അല്ലേ? 40 രൂപയ്ക്കാണ് 4 കിലോ കിട്ടിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളോട് 10% കുറഞ്ഞപ്പോൾ, 10% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര രൂപയ്ക്കാണ് ആദ്യം മേടിച്ചത് നോക്കുക, അതിൻ്റെ 10% കണ്ടുപിടിക്കുക. അതിൻ്റെ 10% നിങ്ങൾക്ക് 40 കിട്ടി. ഈ 40 രൂപയ്ക്ക് പുള്ളിക്ക് എത്ര കിലോ കിട്ടി? 4 കിലോ കിട്ടി. അപ്പോൾ 4 കിലോയ്ക്ക് 40 ആണെങ്കിൽ 1 കിലോയ്ക്ക് എത്രയായിരിക്കും? 40/4 അല്ലേ? 10 രൂപയായിരിക്കും 1 കിലോൻ്റെ. കണ്ട, ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായോ? അപ്പോൾ പഞ്ചസാരയുടെ വില 10% കുറഞ്ഞു. എത്രേൻ്റെ 10%ആണത്? 400 രൂപയുടെ 10% അല്ലേ? 400 രൂപയുടെ 10% എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത്രയും രൂപയ്ക്കുള്ള സാധനം ആയിരിക്കും എന്തായാലും കിട്ടിയിരിക്കുന്നവർക്ക്. ഓക്കെ, 400 രൂപയുടെ 10%-ത്തിലുള്ള സാധനമാണ് അവർക്ക് എക്സ്ട്രാ കിട്ടിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ 400 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ 40 രൂപയാണ്. അപ്പോൾ 40 രൂപയ്ക്ക് പുള്ളി 4 കിലോയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് എത്ര ആയിരിക്കും? 10 രൂപയായിരിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് നോക്കിക്കോ, പഞ്ചസാരയുടെ വില 20% കുറഞ്ഞു.
അപ്പോൾ 80 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിയ ആൾക്ക് 4 കിലോഗ്രാം എക്സ്ട്രാ കിട്ടി. 20% കുറഞ്ഞു. എത്രേൻ്റെ 20% കുറഞ്ഞ്? 80ൻ്റെ 20%. 80 × 20/100. 0 ഒക്കെ പോയില്ലേ? 0 പോയി. 8 16 രൂപ എന്ന് കിട്ടിയില്ലേ? 16 രൂപ. അപ്പോൾ 16 രൂപ പുള്ളിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ആ 16 രൂപയ്ക്ക് എത്ര കിലോഗ്രാം കിട്ടും? 4 കിലോഗ്രാം കിട്ടി 16 രൂപയ്ക്ക് അല്ലേ? അപ്പോൾ 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 16/4. എത്രയാണ്? 4 രൂപ. ഇത് എന്നത്തെ കാലത്തേന്നറിയില്ല. അപ്പോൾ 4 രൂപയാണ് 1 കിലോയ്ക്ക് ഇപ്പോഴത്തെ വില. മനസ്സിലായോ? അപ്പോൾ 80 രൂപയുടെ 20% കുറഞ്ഞു. 80 രൂപയുടെ 20% എന്ന് പറഞ്ഞാൽ 16 ആണ്. 80 രൂപയുടെ 20% എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 16 രൂപയ്ക്ക് ഇപ്പോൾ എത്ര കിട്ടി? 4% കിട്ടി. ഓക്കെ, 16 രൂപയ്ക്ക് 4%, സോറി, 16 രൂപയ്ക്ക് 4 കിലോഗ്രാമാണ് കിട്ടിയത്. അപ്പോൾ 4 കിലോഗ്രാമിന് 16 രൂപയാണെങ്കിൽ 1 കിലോഗ്രാമിൻ്റെ വില 16/4 4 രൂപയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അരിയുടെ വില 10% കുറഞ്ഞപ്പോൾ 800 രൂപയ്ക്ക് അരി വാങ്ങിയ ഒരാൾക്ക് 2 കിലോഗ്രാം അരി കൂടുതൽ കിട്ടി. അരിയുടെ ഇപ്പോഴത്തെ വില എത്ര ശതമാനം കുറഞ്ഞു? 10%. അപ്പോൾ എത്ര രൂപ നമുക്കിവിടെ ലാഭം പിടിക്കാൻ പറ്റിയിട്ടുണ്ട്? 800ൻ്റെ 10%. 800 × 10/100. 0 പോയി, 1 0 പോയി. അപ്പോൾ എത്ര രൂപ ലാഭം കിട്ടി? 80 രൂപ ലാഭം കിട്ടി. അപ്പോൾ 2 കിലോഗ്രാം അരി എത്ര രൂപയ്ക്ക് കിട്ടി? 80 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ 1 കിലോഗ്രാം അരിക്ക് എത്രയായിരിക്കും വില? 2 കിലോഗ്രാമിന് 80 രൂപയാണെങ്കിൽ 1 കിലോഗ്രാമിന് 80/2 40 രൂപയായിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അരിയുടെ ഇപ്പോഴത്തെ വില 40 രൂപ. ഓക്കെ, ആ പാറ്റേണും കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. അടുത്ത ടൈപ്പ്, ഒരു വ്യാപാരി തൻ്റെ കൈവശമുള്ള ആകെ സാധനങ്ങളുടെ 1/3 ഭാഗം 5% ലാഭത്തിൽ വിറ്റു. ബാക്കി ഭാഗം എത്ര ശതമാനം ലാഭത്തിന് വിറ്റാൽ 15% ആകും? എളുപ്പ പരിപാടിയാണ് ഇത് ചെയ്യാനായിട്ട്. നിങ്ങളൊന്ന് ഓർക്കുക, ഇങ്ങനെ ഒരു ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ അല്ലേ, NR/DR നിങ്ങളുടെ കിടക്കുവാണ് അല്ലേ? വേണ്ട, NR/DR എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ. ഞാൻ X/Y എന്ന് എഴുതാം. അപ്പോൾ X/Y എന്നാണ് നിങ്ങളുടെ കിടക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ X/Y എന്ന് പറഞ്ഞൊരു രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിടക്കുന്നത്. X/Y എന്ന് പറയുന്ന രൂപത്തിൽ കിടന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ Y ഇൻറ്റു എത്രയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഓക്കെ, കിട്ടേണ്ടത് ഓക്കെ പെർസെൻറ്റേജ് ആണ്. Y ഇൻറ്റു കിട്ടേണ്ടത് മൈനസ് X ഇൻറ്റു ഇപ്പോഴത്തെ പെർസെൻറ്റേജ്. ഓക്കെ, ഇത് രണ്ടും മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മൈനസ് ചെയ്യുക ബൈ എന്ത് ചെയ്യണം? Y - X. ഓക്കെ, ബൈ Y - X. അത് വ്യത്യാസമാണ്. അപ്പോൾ ഇത് Y - X വലിയതിൽ ചെറുത് കുറച്ചാൽ മതി നിങ്ങൾ വ്യത്യാസം. ഓക്കെ, എത്ര കുറച്ചാൽ മതി? Y ഇൻറ്റു കിട്ടേണ്ട പെർസെൻറ്റേജ് മൈനസ് X ഇൻറ്റു ഇപ്പുറത്തെ പെർസെൻറ്റേജ് ബൈ Y - X. അല്ലെങ്കിൽ ആ തമ്മിലുള്ള Y - X എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യാസം. ഓക്കെ, എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ ആണല്ലോ? അപ്പോൾ Y ഇൻറ്റു കിട്ടേണ്ട പെർസെൻറ്റേജ്. അപ്പോൾ നമുക്കിവിടെ എത്രയാണ്? Y എത്രയാണ്? X/Y എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കിടക്കുന്നത് 1/3 എന്നാണ്. അപ്പോൾ Y എന്ന് പറയുമ്പോൾ 3 ആണ്. എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് വേണ്ടത്? 15. 3 × 15 മൈനസ് ഇപ്പോൾ ഉള്ള മേളിൽ. ഇനി ഇതാണ് X ഇൻറ്റു ഇപ്പോൾ ഉള്ള എത്രയാണ്? 5 ബൈ വ്യത്യാസം എത്രയാണ്? 3 - 1 അല്ലേ? 3 - 1. അപ്പോൾ എത്ര വരും? 15 3 45 -5/2. അപ്പോൾ 45 - 5 എത്രയാണ്? 45 - 5 എന്ന് വെച്ചാൽ 40/2 20 എന്ന് കിട്ടും അല്ലേ? 20%. ഓക്കെ, 20% ആണ് നമ്മുടെ ആൻസർ. കണ്ട 20 ഇല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി. മനസ്സിലായോ? അപ്പോൾ കിട്ടേണ്ട എങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ X/Y ഫോർമാറ്റാണ്. വേറെ ഒരു സാധനം ഇത്ര ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത് അല്ലേ? ഇത്ര ഭാഗം ഇതിന് വിറ്റു, ബാക്കിയുള്ള ഭാഗം എത്ര ഇനി വിറ്റാൽ ആ 1% കിട്ടുമെന്നാണ് അല്ലേ? എത്രയെങ്കിലും ശതമാനം കിട്ടുമെന്ന് ചോദിച്ചാൽ X/Y ആണ് നമ്മുടെ ഫോർമാറ്റ്. Y ഇൻറ്റു ഏതാ കിട്ടേണ്ട സാധനം മൈനസ് X ഇൻറ്റു ഉള്ള സാധനം. ഓക്കെ, Y ഇൻറ്റു കിട്ടേണ്ടത് മൈനസ് X ഇൻറ്റു ഇപ്പോൾ എത്രയെന്നാണോ വിറ്റത് ബൈ Xും Yയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വ്യാപാരി തൻ്റെ കൈവശമുള്ള സാധനത്തിലെ 1/6 ഭാഗം 10% ലാഭത്തിലും ബാക്കി എത്ര ശതമാനത്തിന് വിറ്റാൽ ആകെ ലാഭം 20 ആകും? അപ്പോൾ നമ്മൾ എന്തെഴുതണം? X/Y ആണ്. Y ഇൻറ്റു ഏതാണ് കിട്ടേണ്ടത് മൈനസ് X ഇൻറ്റു കൊടുത്തത് അല്ലേ? ഇപ്പോൾ കൊടുത്തത് ബൈ വ്യത്യാസം ഇതാണ്. അപ്പോൾ Y ഇൻറ്റു Y എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1/6 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു എത്ര കിട്ടണം നമുക്ക്? 20 കിട്ടണം. മൈനസ് X എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 10 അല്ലേ? 10% വിറ്റത്. വ്യത്യാസം എത്രയാണ്? 6 - 1. അപ്പോൾ 6 - 1 5 ആണ്. അപ്പോൾ 120 മൈനസ് 10/5. ഇപ്പോൾ 120 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 110/5. 110/5 എന്ന് പറയുമ്പോൾ എത്ര വരും? 22 എന്ന് വരും അല്ലേ? 22% ആൻസർ. 22%. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു വ്യാപാരി തൻ്റെ കൈവശമുള്ള സാധനങ്ങളിൽ 1/8 3% ലാഭത്തിൽ വിറ്റു. ബാക്കി ഭാഗങ്ങൾ എത്ര ശതമാനം ലാഭത്തിൽ വിറ്റാൽ ആകെ ലാഭം 10% ആകും. ഓക്കെ, 1/8 ആണ് 3% ലാഭത്തിൽ വിറ്റത്. 1/8 3% ലാഭത്തിലാണ് വിറ്റത്. 1/8 നമ്മൾ എന്ത് എഴുതണം? 8 ഇൻറ്റു 10 മൈനസ് 1 ഇൻറ്റു 3 ബൈ വ്യത്യാസം എത്രയാ? 8 മൈനസ് 3 8 മൈനസ് 3. മനസ്സിലായില്ലേ? അപ്പോൾ വൈ എക്സ് ബൈ വൈ ആണ് 1/8. ഓക്കെ, വൈ ആണ് 8, എക്സ് 1. അപ്പോൾ 8 10 80 80 മൈനസ് 3 30 3 80 മൈനസ് 3 ബൈ 5. ഓക്കെ, 80 മൈനസ് 3 ബൈ 5 80 നിന്ന് 3 പോയാൽ 77 ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, അയ്യോ 8 മൈനസ് 3 അല്ലല്ലോ, സോറി, 8 മൈനസ് 1 8 മൈനസ് 1. ഓക്കെ, 8 മൈനസ് 3 അല്ല, 8 മൈനസ് 1 ആണ്. 7 വരും. 77 ബൈ 7. ഓക്കെ, 77 ബൈ 7 എത്രയാണ്? 11% ലാഭം. ഓക്കെ, 11% ലാഭത്തിന് വിറ്റാൽ ടോട്ടൽ എത്ര ശതമാനം ആകും? 10% ലാഭമാകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് വേറൊരു ക്വസ്റ്റ്യനാണ്. ഒരു വ്യാപാരി താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് സാധനം വിൽക്കുന്നതെന്ന് പറയുകയാണ്. പുള്ളി മേടിച്ച വിലയ്ക്ക് തന്നെയാണ് സാധനം വിൽക്കുന്നത് കേട്ടോ. പക്ഷേ അവിടെ ഒരു കളി നടക്കുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുകയാണ്? 1 കിലോഗ്രാമിൻ്റെ തൂക്കക്കട്ടിക്ക് പകരം 900 ഗ്രാമിൻ്റെ ആയിരിക്കും പുള്ളി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു കട ചെല്ലുകയാണ്, സെയിം വിലയാണ്, പുള്ളി മേടിച്ച വിലയ്ക്ക് തന്നെ വിൽക്കുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട്. പക്ഷേ അയാൾ ഉപയോഗിക്കുന്ന 1 കിലോൻ്റെ കട്ടി വെക്കുന്നതിന് പകരം പുള്ളി എത്രയുടെ കട്ടിയെ വെക്കുകയുള്ളൂ? 900ൻ്റെ കട്ടിയെ വെക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് വ്യത്യാസം? അല്ലെങ്കിൽ പുള്ളി കിട്ടിയ ലാഭം എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 കിലോഗ്രാമിൻ്റെ തൂക്കക്കട്ടിക്ക് പകരം പുള്ളി 900 ഗ്രാമിൻ്റെ തൂക്കക്കട്ടി ഉപയോഗിക്കുകയാണ്. ഒരു വ്യാപാരി പറയുകയാണ്, ഞാൻ മേടിക്കുന്ന അതേ വിലയ്ക്ക് നിങ്ങൾക്ക് തരുവാണെന്ന് പറയുവാണ്. പക്ഷേ അയാൾ കാണിക്കുന്ന കള്ളത്തരം എന്താണ്? 1 കിലോയല്ല അവിടെ കൊടുക്കുന്നത്, പുള്ളി 900 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ലാഭം എടുക്കുക കണ്ടുപിടിക്കാനായിട്ട്. ലാഭം ബൈ ഉപയോഗിക്കുന്ന ഭാരം ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ ഉപയോഗിക്കുന്ന ഭാരം ഇൻറ്റു 100. ലാഭം എത്രയാണ് ഇവിടെ വരുന്നത്? 900 ഗ്രാമല്ലേ പുള്ളി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ ലാഭം എത്രയാണ്? ശരിക്കും 1000 ഗ്രാമിന് പകരം പുള്ളി എത്രയാണ് കൊടുക്കുന്നത്? 900 ബൈ 900 അല്ലേ? 900ൻ്റെ തൂക്കക്കട്ടിയല്ലേ പുള്ളി ഉപയോഗിക്കുന്നത് അല്ലേ? 1000 ഗ്രാമിന് പകരം, അതായത് 1 കിലോയ്ക്ക് പകരം പുള്ളി 900 കൊടുക്കുന്നുള്ളൂ. പുള്ളിയുടെ ലാഭം എത്ര ഗ്രാമാണ്? 100 ഗ്രാമാണ് അല്ലേ? 900 ഇൻറ്റു 100 0 പോയി. ഇപ്പോൾ 900 ബൈ 9 അല്ലേ? 900 ബൈ 100 ബൈ 9. ഓക്കെ, അപ്പോൾ 100 ബൈ 9% ആണ് ആൻസർ. ഓക്കെ, 100 ബൈ 9%. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യാപാരി താൻ വാങ്ങിയ വിലയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അയാൾ എന്ത് ചെയ്യുകയാണ്? 1 കിലോയ്ക്ക് പകരം 800 ഗ്രാമിൻ്റെ തൂക്കക്കട്ടിയാണ് ഉപയോഗിക്കുന്നത്. അയാൾക്ക് എത്ര ലാഭം കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇക്വേഷൻ? ലാഭം ബൈ ഉപയോഗിക്കുന്ന ഭാരം അല്ലേ? ഭാരം. ഓക്കെ, അപ്പോൾ എത്ര വരുന്നത്? ലാഭം എത്രയാണ്? 1000 മൈനസ് 800 ബൈ ഉപയോഗിക്കുന്ന ഭാരം എത്രയാണ്? 800 അല്ലേ? അപ്പോൾ 1000 മൈനസ് 800 എത്രയാണ്? 200 ഗ്രാം ബൈ 800 ഇൻറ്റു 100 അല്ലേ? 0 പോയി. 200 എത്ര വരും? 25 അല്ലേ? 25 8 200. അപ്പോൾ 25% കിട്ടും ആൻസർ. 25% കിട്ടിയത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ലാഭം ബൈ പുള്ളി ഉപയോഗിക്കുന്ന തൂക്കക്കട്ടി. ലാഭം എന്ന് പറഞ്ഞാൽ പുള്ളി കുറയ്ക്കുന്ന വെയിറ്റ് എത്ര കുറച്ചാണ് കൊടുക്കുന്നത്, അതാണ് ലാഭം ബൈ എത്രേൻ്റെ തൂക്കക്കട്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ടൈപ്പാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. 20% വില കൂട്ടി. ഒരു കച്ചവടക്കാരൻ സാധനങ്ങൾക്ക് ആദ്യം 20% വില കൂട്ടി. അത് കഴിഞ്ഞിട്ട് എത്ര കുറച്ചു? 10% ഡിസ്കൗണ്ട് നൽകി. ഓക്കെ, 10% ഡിസ്കൗണ്ട് വിറ്റാൽ കച്ചവടത്തിൽ അയാൾക്കുണ്ടാകുന്ന ലാഭം ബാർ നഷ്ടം എത്ര? അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ നേരത്തെ ഒരു സാധനം എഴുതി ഓർക്കുന്നുണ്ടോ? A മൈനസ് B മൈനസ് AB ബൈ 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, A മൈനസ് B ബൈ AB ബൈ 100. ഇതാണ് A, ഇത് B. അപ്പോൾ നമുക്ക് എന്താ വരും? 20 മൈനസ് 10 മൈനസ് 20 ഇൻറ്റു 10 ബൈ 100. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ഇതുപോലത്തെ. 0 പോയി അല്ലേ? അപ്പോൾ 20 മൈനസ് 10 എത്രയാണ്? 10 മൈനസ് 2. അപ്പോൾ എത്ര ശതമാനം കിട്ടി? 8% അല്ലേ? മനസ്സിലായോ? അപ്പോൾ A% കൂട്ടിയിട്ട് A% കുറച്ചു. ഓക്കെ, നമ്മൾ ശതമാനത്തിലാണെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്തല്ലേ? A% കൂട്ടിയിട്ട് A% കുറച്ചു. അപ്പോൾ A മൈനസ് B മൈനസ് AB ബൈ 100. അതാണ് നമ്മുടെ ഫോർമാറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലാഭനഷ്ട കണക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കാം. ഓക്കെ, താങ്ക് യു.